എല്ലാ കൂട്ടുകാർക്കും നെക്ടറിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നമ്മളിപ്പോൾ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. പ്രൂവ് ദാറ്റ് 7 - 3 √5 ഈസ് ഇറാഷണൽ. ഇതൊരു ഇറാഷണൽ നമ്പർ ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. പ്രൂവ് ദാറ്റ് 7 - 3 √5 ഈസ് ഇറാഷണൽ. ഇതൊരു ഇറാഷണൽ നമ്പർ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇറാഷണൽ പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യുന്നതാണ്, ഇതൊരു റാഷണൽ നമ്പർ ആണെന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുക ചെയ്യുന്നത് അല്ലെ. അതായത് ഞാൻ പറയാണ് 7 - √5 ഈസ് റാഷണൽ. നമ്മൾ എടുക്കാൻ പോകുന്നത് ലെറ്റ് അസ്യൂം 7 - 3 √5 ഈസ് റാഷണൽ. ഇത് റാഷണൽ നമ്പർ ആണെന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നു. ഇനി നമുക്ക് റാഷണൽ നമ്പർ ആണെന്നെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് അതിനെ P/Q ഫോമിൽ എഴുതാൻ സാധിക്കും, അതല്ലെങ്കിൽ A/B ഫോമിൽ എഴുതാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 7 - 3 √5 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? A/B ഫോമിലേക്ക് എഴുതാം. നമ്മൾ എന്തെടുത്ത് റാഷണൽ ആണെന്ന് എടുത്തു. റാഷണൽ ആണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? A/B ഫോമിൽ എഴുതാൻ സാധിക്കും അല്ലെ. ഇനി A/B ഫോമിൽ എഴുതാൻ സാധിക്കും. ഇനി നോക്കി, അതായത് എയും ബി എന്തായിരിക്കണം? അവിടെ കോപ്രൈം ആയിരിക്കണം, ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. എന്താണ് എയും ബി കോപ്രൈം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കോപ്രൈം എന്ന് വെച്ചാൽ എന്താണെന്ന്. ഓക്കെ, അതാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. എ ആൻഡ് ബി എന്താണ്? കോപ്രൈം ആണ് എങ്കിൽ ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെ 7 - 3 √5 ഈസ് ഈക്വൽ ടു A/B എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. √5 ഒരു സൈഡ് ആക്കാം, ബാക്കി എങ്ങോട്ട് ഇപ്പൊ സൈഡ് കൊണ്ടുവരാം. 7 ഒക്കെ ഇങ്ങനെ സൈഡ് കൊണ്ടുവരാം. -3 √5 ഈസ് ഈക്വൽ ടു A/B -7 ഒന്നല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? √5 മാത്രം ഇടാം. ഇങ്ങനെ എഴുതാം നമുക്ക് A - 7B ഡിവൈഡഡ് ബൈ -3B എന്ന് എഴുതാം. ഓക്കെ ആണ്. ഇതെങ്ങനെ കിട്ടിയ ഡൗട്ട് ഇല്ലല്ലോ, ഒന്നുകൂടെ പറയാം. നോക്കി, ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയോ. A/B -7 ദാറ്റ് ഈസ് 7/1 ആണ് അല്ലെ. ക്രോസ് മൾട്ടിപ്പിൾ ആണ് ചെയ്യുന്നത് അല്ലെ. 1 × A 7 × B 7B. A - 7B ഡിവൈഡ് ബൈ B എന്ന് കിട്ടും. A - 7B ഡിവൈഡ് ബൈ B എന്ന് കിട്ടും. ഈ -√3 ഈക്വൽ ഇപ്പുറം താഴെ വന്നില്ലേ, ഡിനോമിനേറ്ററിൽ വന്നു. അങ്ങനെ -3 ഇവിടെ വന്നു. അങ്ങനെയാണ് ഇത് കിട്ടിയേക്കുന്നത്. A - 7B ഡിവൈഡ് ബൈ 3B എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ ഒന്ന് അറേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചെറുതൊന്ന് അറേഞ്ച് ചെയ്യാം. നമുക്ക് മൈനസ് ആണെങ്കിൽ -3 ഒന്ന് മേലോട്ട് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു മൈനസ് കൊണ്ട് നമുക്ക് ഫുൾ മേളിൽ എന്താണ് ഇൻഡു ചെയ്യാം. ഇൻഡു ചെയ്യുമ്പോൾ താഴത്തെ മൈനസ് ക്യാൻസൽ ആവും. മേളിൽ നോക്കി -(A കിട്ടും. -7B × മൈനസ് ആകുമ്പോൾ +7B, അതായത് 7B - A ഡിവൈഡ് ബൈ 3B എന്ന് പോകും അല്ലെ. ഇനി നമുക്കറിയാം ഇവിടെ എയും ബിയും ഇൻഡിജർ ആണെങ്കിൽ 7B - A ഡിവൈഡ് ബൈ 3B എന്തുമായിരിക്കും? അതൊരു റാഷണൽ നമ്പർ ആയിരിക്കും. പക്ഷെ നമുക്കറിയാം, എന്തറിയാം? √5 ഒരു ഇറാഷണൽ നമ്പർ ആണ് നമുക്കറിയാം. നോക്കി, ഈക്വൽ ഒരു സൈഡ് റാഷണലും കിട്ടി, മറു സൈഡിൽ എന്ത് കിട്ടി? ഇറാഷണലും കിട്ടി. നമ്മൾ അതിനെ എടുത്തേക്കുന്ന കൺസെപ്റ്റ് തെറ്റിന്നല്ലേ അർത്ഥം. ഒരിക്കലും നമുക്ക് ശരിയാവില്ല. √5 ഒരു സൈഡ് എന്ത് കിട്ടി? √5 കിട്ടി. ഒരു സൈഡ് √5 അതായത് ഇറാഷണൽ നമ്പർ കിട്ടി. ഇങ്ങേ സൈഡിൽ നമുക്ക് എന്ത് കിട്ടി? റാഷണൽ നമ്പർ കിട്ടി അല്ലെ. നമുക്കറിയാം എയും ബി ഇൻഡിജർ ആണെങ്കിൽ 7B - A ഡിവൈഡ് ബൈ 3B ഈസ് എന്താണ്? റാഷണൽ ആണ്. ബട്ട് നമുക്ക് എന്തറിയാം? √5 ഈസ് ഇറാഷണൽ. √5 ഇറാഷണൽ ആണെന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കോൺട്രഡിക്ഷൻ ഈസ് എന്തോ തെറ്റിയില്ലേ. So this contradiction is arisen because of wrong assumption. നമ്മൾ എടുത്തേക്ക് നമ്മുടെ അസംഷൻ തെറ്റിപ്പോയി. നമ്മുടെ അസംഷൻ തെറ്റിക്കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? 7 - √5 എന്താണ്? റാഷണൽ ആണെന്നാണ് നമ്മുടെ അസംഷൻ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അസംഷൻ ഇവിടെ തെറ്റി. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ഇതൊരു റാഷണൽ അല്ല, എന്താണ്? ഇറാഷണൽ ആണ്. Therefore 7 - 3 √5 ഒരു ഇറാഷണൽ ആണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെയിം അതേപോലെ തന്നെ 3 - 2 √5 ഈസ് ഇറാഷണൽ പ്രൂവ് ചെയ്യേണ്ടതാണ്. നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പോണേ? 3 - 2 √5 ഈസ് ഇറാഷണൽ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പോണേ? നമ്മൾ എന്താണ് എടുക്കാൻ പോകുന്നത്? ഇതൊരു റാഷണൽ നമ്പർ ആണ് നമ്മൾ എടുക്കാൻ പോകും അല്ലെ. നമ്മൾ അതായത് ലെറ്റ് us assume the contrary that 3 - 2 √5 ഈസ് റാഷണൽ അല്ലെ. ഈ 3 - 2 √5 ഒരു റാഷണൽ ആണ് നമ്മൾ എടുത്തു. റാഷണൽ ആണെങ്കിൽ നമുക്ക് എഴുതാം A/B ഫോമിൽ എഴുതാൻ സാധിക്കും അല്ലെ. ഇനി നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. എങ്ങനെ അറേഞ്ച് ചെയ്യാം? നമ്മള് -2 √5 ഈസ് ഈക്വൽ ടു A ഡിവൈഡഡ് ബൈ B -3 അപ്പുറത്ത് അല്ലെ. അപ്പോഴല്ലോ നമുക്കൊന്നും അറേഞ്ച് ചെയ്യാം. √5 കൊണ്ടുവരാതെ A - 3B ഡിവൈഡ് ബൈ -2B. ഇനി ഒന്നുകൂടെ അറേഞ്ച് ഒക്കെ അറേഞ്ച് നമുക്ക് എങ്ങനെ കിട്ടും? 3B - A ഡിവൈഡഡ് ബൈ 2A എന്ന് കിട്ടും. അതായത് ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ എന്ത് സംഭവിച്ചു? ഈക്വൽ ഒരു സൈഡ് എന്ത് പറ്റുന്ന ഇവിടെ എയും ബിയും ഒരു എയും ബി ഇൻഡിജർ ആണെങ്കിൽ 3B - A ഡിവൈഡഡ് ബൈ 2B എന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ്. പക്ഷെ ഈക്വൽ മറു സൈഡ് എന്താ കിടക്കുന്നത്? √5 കിടക്കുന്നത്. നമുക്കറിയാം √5 എന്താണ്? നമുക്കറിയാം ഇറാഷണൽ ആണ്. ഒരു ഈക്വലിന്റെ ഒരു സൈഡ് റാഷണലും
ഒരു സൈഡ് ഇറാഷണൽ നമ്പർ കിടക്കും. നമുക്ക് എന്ത് സംഭവിച്ചവിടെ നേരം നമ്മുടെ അടുത്തേക്ക് കോൺട്രഡിക്ഷൻ തെറ്റി, നമ്മുടെ അടുത്തേക്ക് അസംഷൻ തെറ്റി, നമ്മുടെ അടുത്തേക്ക് അസംഷൻ തെറ്റി അവിടെ അല്ലെ. തെറ്റിയത് കൊണ്ടാണ് ഒരു സൈഡിൽ ഇങ്ങനെ വന്നു റാഷണൽ നമ്പർ വന്നു, ഒരു സൈഡിൽ ഈ ഇറാഷണൽ നമ്പർ വന്നു. അത് തെറ്റാണ്. നമുക്കറിയാം എയും ബി ഇന്റിജർ ആണെങ്കിൽ 3b - a ഡിവൈഡഡ് ബൈ 2b എന്താണ് റാഷണൽ ആണ്. ബട്ട് നമുക്കറിയാം ബട്ട് എന്താ വി നോ ദാറ്റ് √5 ഈസ് ഇറാഷണൽ. √5 എന്തോ ഇറാഷണൽ ആണ്, √5 ഇറാഷണൽ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറ്റി, നമുക്ക് നമ്മുടെ കോൺട്രഡിക്ഷൻ എന്തോ റൈസൺ ബിക്കോസ് ഓഫ് റോങ് അസംഷൻ. നമ്മുടെ എടുത്തേക്കുന്ന അസംഷൻ തെറ്റാണ്. അത് തെറ്റായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 3 - 2 √5 ഈസ് ഇറാഷണൽ ആണെന്ന് പറയാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ പ്രൂവ് എന്താണ്, പ്രൂവ് ദാറ്റ് 2 √5 - 3 ഈസ് ഇറാഷണൽ ആണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. നമുക്ക് ഇങ്ങനെ അസ്യൂം ദാറ്റ് പഴയ പോലെ തന്നെ എന്താ 2 √5 - 3 ഈസ് റാഷണൽ നമ്മൾ എടുക്കുന്നു. ഓക്കെ, റാഷണൽ എടുക്കുന്നു. ഇനി റാഷണൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇത് റാഷണൽ ആണെങ്കിൽ 2 √5 - 3 റാഷണൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, a/b ഫോമിൽ എഴുതാം അല്ലെ. a/b ഫോമിൽ എഴുതാം. ഇവിടെ എയും ബി എന്തായിരിക്കണം, എയും ബി എന്താണ് കോപ്രൈം ആയിരിക്കണം. എയും ബി എന്താണ് കോപ്രൈം ആയിരിക്കണം. b ≠ 0, അതൊക്കെ അറിയാലോ. ഇനി നമുക്ക് എന്താ പറയാം, ഈ √5 സ്ഥാനം അവിടെ 2 √5 നമുക്ക് ഇട്ടേക്കാം. 2 √5 ഞാൻ അവിടെ ഇട്ടിരുന്നു. ബാക്കി എന്ത് പറ്റും, a/b മൈനസ് അവിടെ മാറി +3 എന്ന് വന്നു. അത് ഒന്നുകൂടി മാറ്റി എഴുതാം. 2 √5 എന്ത് സംഭവിക്കും, ഇവിടെ എന്ത് സംഭവിച്ചു, a + 3b ഡിവൈഡഡ് ബൈ b ഇത് കിട്ടി. അതായത് √5 എന്ത് നമുക്ക് എഴുതാം, a + 3b ഡിവൈഡഡ് ബൈ 2b കിട്ടി. ഇവിടെ നമുക്ക് എന്താ പറയാം, എയും ബി ഇന്റിജർ ആണെങ്കിൽ ആണ് എങ്കിൽ എന്താണ് a + 3b ഡിവൈഡ് ബൈ 2b എന്താണ് ഒരു റാഷണൽ നമ്പർ ആണ്. പക്ഷെ നമുക്കറിയാം ഈ സൈഡ് എന്താണ്, ഇവിടെ √5 എന്ന് വെച്ചാൽ ഇറാഷണൽ നമ്പർ ആണ്. അതായത് ഒരു ഈക്വലിന് ഒരു സൈഡ് ഇറാഷണൽ നമ്പറും വേറെ സൈഡിൽ നിന്ന് റാഷണൽ നമ്പർ ആണ്. അതായത് നമ്മളിത് എടുത്തേക്കുന്ന നമ്മൾ എടുത്തേക്കുന്ന അസംഷൻ തെറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് എന്ത് പറയാം, 2 √5 - 3 ഈസ് ഇറാഷണൽ എന്ന് പറയാം. ഓക്കെ, ഇതൊരു ഇറാഷണൽ പറയാം, ചെയ്യാൻ പറ്റുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. Ajay has a box of length 3.2 meter, breadth 2.4 meter and height 1.6 meter. What is the length of the longest ruler that can exactly measure the 3 dimension of the box? ഓക്കെ, ഇതിനകത്ത് വെക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ റൂളറിന്റെ ലെങ്ത് എത്രയാണ് കണ്ടിരിക്കേണ്ടത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, HCF കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് വേണ്ടത് ഓക്കെ, ഡയമെൻഷൻ 3.2, 2.4, 1.6 അല്ലെ. ഈ ഒരു ഡയമെൻഷനിൽ ഇതിനകത്ത് നിൽക്കുന്നതാണ് വേണ്ട ഇല്ല, ഇതിനൊക്കെ വലിയ സംഖ്യ പാടില്ല, ഇതിനകത്ത് നിൽക്കുന്നതാണ് നമുക്ക് വേണ്ടത്. ഇതിനകത്ത് നിൽക്കുന്ന മീൻസ് നമുക്ക് എന്തുമായിരിക്കും വേണ്ടത് നമ്മുടെ HCF ആയിരിക്കും വേണ്ടത്. ഇതിനകത്ത് വലിയൊരു, അതായത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുന്ന ഒരു ഐഡിയ കിട്ടണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെ, എന്താണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇപ്പൊ നോക്കി, ഇപ്പൊ അതായത് ഈ ഒരു ഈ ക്വസ്റ്റ്യന്റെ കേസിൽ നമുക്ക് വേണ്ടത് എന്താണ്, HCF കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അതിന്റെ ചെറിയ സംഖ്യ, അത് HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. HCF എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3.2 മീറ്റർ ഉണ്ട്, 2.4 മീറ്റർ ഉണ്ട്, 1.6 മീറ്റർ ഉണ്ട് അല്ലെ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലെങ്ത് ഓഫ് ദ ബോക്സ് നമുക്ക് എഴുതാം. ലെങ്ത് ഓഫ് ദ ബോക്സ് അല്ലെ, ലെങ്ത് അങ്ങ് എഴുതാം. ലെങ്ത് എത്ര, ലെങ്ത് 3.2 മീറ്റർ ആണ്. 3.2 മീറ്റർ നമുക്ക് എന്ത് മാറ്റാം, നമുക്ക് 1 സെന്റിമീറ്ററിലേക്ക് മാറ്റാം. എത്ര 320 സെന്റിമീറ്റർ നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. അടുത്ത ബ്രെഡ്ത്ത് വെച്ച് എന്താണ്, നമുക്കറിയാം 2.4 ആണ്. നമുക്ക് അങ്ങോട്ട് മാറ്റി എഴുതാം. 2.4 എങ്ങനെ എഴുതാം, 240 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ ഹൈറ്റ് നമുക്ക് എന്താണ് 1.6 ആണ്. നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, 160 സെന്റിമീറ്റർ എഴുതാം. ഇവിടെ ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇതിന്റെ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇതിന്റെ HCF. ഇതിന്റെ HCF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. HCF നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 320 എന്ന് ഫാക്ടറൈസ് ചെയ്യാം. എത്ര ഇടും, 20 ഫാക്ടറൈസ് ചെയ്തു, 160 അല്ലെ. 160 വന്നു. വീണ്ടും ഫാക്ടറൈസ് ചെയ്യാം, നമുക്ക് 80 കിട്ടി. വീണ്ടും ചെയ്യാം, 40 കിട്ടി. വീണ്ടും ചെയ്യാം, 20 കിട്ടി. വീണ്ടും ചെയ്യാം, നമുക്ക് 10 കിട്ടി. വീണ്ടും ചെയ്യാം, 2 കിട്ടി. അതായത് 320 നമുക്ക് എങ്ങനെ 320 എന്ന സംഖ്യ നമുക്ക് എങ്ങനെ എഴുതാം, 2 raised to എത്ര ഉണ്ടോ, 1 2 3 4 5 6 അല്ലെ. 2 raised to 6 into 5. അടുത്ത 240 നമുക്ക് എഴുതാം. 240 നമുക്ക് ചെയ്തപ്പം 120. ഓക്കെ, വീണ്ടും ചെയ്യാം 60. വീണ്ടും ചെയ്യാം 30. വീണ്ടും ചെയ്യാം 15. ഇനി ചെയ്യാൻ പറ്റുമോ, ഇല്ല, ഇനി 3 കൊണ്ട് അല്ലേ. 3 ആകുമ്പോൾ 5 എനിക്ക് എഴുതാം. നമുക്ക് 240 നമുക്ക് എഴുതാം. 240 അങ്ങ് എഴുതാം.
2 raised to 1 2 3 4 2 raised to 4 അല്ലെ 2 raised to 4 into 3 into 5 എന്ന് എഴുതാം. അതേപോലെ തന്നെ നമുക്ക് 160 അല്ലെ 160 നമുക്ക് ചെയ്യാം. 160 നമുക്ക് ചെയ്യുമ്പോൾ 2 കൊണ്ട് ചെയ്തു 80, 2 കൊണ്ട് ചെയ്തു 40, 2 കൊണ്ട് ചെയ്യാം വീണ്ടും 20, 2 കൊണ്ട് ചെയ്യാം വീണ്ടും നമുക്ക് 10, വീണ്ടും 2 കൊണ്ട് ചെയ്യാം 5. എങ്ങനെ എഴുതാം നമുക്ക് 160 എങ്ങനെ എഴുതാം 160 നമുക്ക് 2 raised to 2 കൊണ്ട് 1 2 3 4 5 5 2 ഉണ്ട് അല്ലേ 2 raised to 5 into 5 എന്ന് എഴുതാം അല്ലെ 2 raised to 5 into 5. ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞു? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഇവിടെ HCF അല്ലെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. HCF ഫിസിക്കൽ HCF കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കണം കോമൺ ആയിട്ടുള്ള ഏതാ നോക്കണം. ഇവിടെ 2 ആണ് കോമൺ ആയിട്ട് വരുന്ന സംഖ്യ അല്ലെ എല്ലാത്തിനും 2 ഉണ്ട് 5 ഉണ്ട് കോമൺ ആയിട്ട് വരുന്നത് 2 ഉണ്ട് 5 ഉണ്ട് 2 ന്റെ ലോവസ്റ്റ് ഇപ്പോൾ നോക്കാം ലോവസ്റ്റ് വന്ന് 2 raised to 4 ആണ് ലോവസ്റ്റ് 2 raised to 4 into ഇവിടെ കോമൺ അടുത്ത് വരുന്നത് 5 ആണുള്ളത് ലോവസ്റ്റ് പറഞ്ഞാൽ എല്ലാം 5 ആണ് 5 raised to 1 ദാറ്റ് ഈസ് ഇക്വൽ ടു 5 നോക്കില്ല അതായത് 2 raised to 4 into 5 2 raised to 4 എന്ന് വെച്ചാൽ എന്താണ് 2 raised to 4 4 കിട്ടും 16 അല്ലെ 16 into 5 16 into 5 വരുമ്പോൾ എത്ര കിട്ടും 80 അല്ലെ 60 into 5 80 നമുക്ക് എന്താ പറയുക HCF 80 അതായത് 80 ആണ് ഇതിന്റെ ആൻസർ 80 സെന്റിമീറ്റർ ഇവിടെ കിട്ടി അല്ലേ. നമുക്ക് എന്തിലാണ് എല്ലാം മീറ്ററിൽ അവിടത്തേക്ക് നമുക്ക് എന്ത് പറയാം അന്നേരം മീറ്ററിലേക്ക് വരാം നമുക്ക് എങ്ങനെ എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8 മീറ്റർ അതായത് റൂളറിന്റെ ലെന്ത് എത്ര ആയിരിക്കണം റൂളറിന്റെ ലെന്ത് 0.8 മീറ്റർ ആയിരിക്കണം. ഓക്കെ നല്ല ക്വസ്റ്റ്യന്റെ ചെയ്യാൻ പറ്റുന്നല്ലോ. ലെന്ത് ഓഫ് ദ ലോങ്സ്റ്റ് റൂളർ ഈസ് ഈക്വൽ ടു ലെന്ത് ഓഫ് ദ ലോങ്സ്റ്റ് റൂളർ ഈസ് ഈക്വൽ ടു 0.8 മീറ്റർ. meter. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. In a morning walk, 3 persons steps off together. Their steps measures 80 centimeter, 85 centimeter, and 90 centimeter respectively. What is the minimum distance each should walk so that he can cover the distance in complete step? Okay. ഇവിടെ നമുക്ക് ഇവിടെ എന്താ മനസ്സിലായി ക്വസ്റ്റ്യൻ മനസ്സിലായി എന്താണ് അതായത് 3 പേര് വാക്കിങ്ങിന് പോകുന്നു 3 പേര് ഒരാൾ വെക്കുന്ന സ്റ്റെപ്പ് 80 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഒരു സ്റ്റെപ്പ് വെക്കുന്നത് 80 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് വെച്ച് ഇങ്ങനെ പോവാണ്. ഒരാൾ നടക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ഒരാൾ വെക്കുമ്പോൾ സ്റ്റെപ്പ് കുറച്ചും കൂടെ കാലകത്തി കൊണ്ട് വെക്കുകയാണ് 85 സെന്റിമീറ്റർ ആണ് അടുത്ത ആൾ സ്റ്റെപ്പ് വെക്കുന്നത്. ഓക്കെ അടുത്ത ആൾ 85 വെക്കുന്നു. ഒരാൾ വെക്കുമ്പോൾ കുറച്ചും കൂടി നീളത്തിലാണ് വെക്കുന്നത് നിങ്ങളാന്ന് വിചാരിച്ചു 90 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ അയാൾ ഇങ്ങനെ കാല് അകത്തി വെച്ച് നടന്ന് പോകുന്നു. ഓക്കെ ഇതാണ് സംഭവം. ഇവിടെ 80 സെന്റിമീറ്ററിലാണ് ഇവിടെ 85 സെന്റിമീറ്റർ ആണ് ഇവിടെ 90 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെ വെച്ച് പോകുമ്പോൾ വാട്ട് ഇസ് ദ മിനിമം ഡിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് മിനിമം ഡിസ്റ്റൻസ് ഈച്ച് ഷുഡ് വാക്ക് സോ ദാറ്റ് ഹി ക്യാൻ കവർ ദ ഡിസ്റ്റൻസ് കംപ്ലീറ്റ് സ്റ്റെപ്പ്. ഈ കംപ്ലീറ്റ് സ്റ്റെപ്പ് ഇവിടെ ഞാൻ ഇവിടെ നിർത്തി ഇവിടെ ഈ കംപ്ലീറ്റ് സ്റ്റെപ്പ് കവർ ചെയ്യാൻ വേണ്ടി എത്ര മിനിമം ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് ആകുമ്പോഴാണ് ഇതിന് 3 കംപ്ലീറ്റ് ഒരു സ്റ്റെപ്പ് ഇവിടെ കവർ ചെയ്യാൻ സാധിക്കുന്നത് ചോദിച്ചേക്കുന്നത്. അതായത് 3 പേരും കൂടെ നടന്നാണെന്ന് പോകും. ഇവിടെ ചെറിയ സ്റ്റെപ്പ് വെച്ചു ഇവിടെ 80 80 80 80 വെച്ച് പോകുന്നു. ഇവിടെ 85 85 85 85 വെച്ച് പോകുന്നു. ഇവിടെ 90 90 90 90 വെച്ച് പോകുന്നു. ഇങ്ങനെ ഇവിടെ വെച്ച് പോകുമ്പോൾ ഏതൊരു പോയിന്റിലാണ് ഇതെല്ലാവരുടെ 3 പേരുടെയും ഒരുമിച്ച് ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരുന്നത്. അതായത് 3 പേരും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നത് മിനിമം വേണ്ടി ആവശ്യമായ മിനിമം ഡിസ്റ്റൻസ് എത്ര ആയിരിക്കണം ചോദിച്ചേക്കുന്നത്. മിനിമം ഡിസ്റ്റൻസ് എത്ര ആയിരിക്കണം ചോദിച്ചേക്കുന്നത്. ഓക്കെ ഇവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് മിനിമം ഡിസ്റ്റൻസ് ചോദിച്ചാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് മനസ്സിലാക്കണം. ഈ കാണുന്ന ഈ മിനിമം ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടത് എന്തായിരിക്കും കാണുന്നത് LCM ആയിരിക്കും കണ്ടത്. അതായത് ഈ 8 ഇപ്പം ഊഹിക്കാവുന്നുള്ളൂ അല്ലെ. മുമ്പ് പറഞ്ഞില്ലേ നമുക്ക് 80 സെന്റിമീറ്റർ ഒരു സ്റ്റെപ്പ് 80 സെന്റിമീറ്റർ ആണ്. പിന്നെ ഒരാളുടെ 85 സെന്റിമീറ്റർ 90 സെന്റിമീറ്റർ. ഇപ്പൊ മിനിമം കവർ ചെയ്യണമെങ്കിൽ മിനിമം ഉള്ള നോക്കുമ്പോൾ പറയുമ്പോൾ നമുക്ക് HCF LCM നമുക്ക് LCM HCF എടുത്തെന്താ സംഭവിക്കുന്നത് HCF എടുത്ത് സംഭവിക്കുന്നത് ഈ 85 90 HCF ഇടുന്നത് എന്ത് സംഭവിക്കുന്നത് ഒന്നെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും അല്ലെങ്കിൽ അതും ചെറിയ താഴോട്ടുള്ള സംഖ്യ ആയിരിക്കും എന്റെ HCF കിട്ടാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഒരിക്കലും ഇത് അപ്ലിക്കബിൾ അല്ല. ഇപ്പൊ നമുക്ക് LC അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും LCM ആയിരിക്കും. അങ്ങനെ ജസ്റ്റ് അങ്ങനെയെങ്കിലും ചിന്തിച്ച് നോക്കിയാൽ മതി. നമുക്ക് LCM ആയിരിക്കും. അതിനൊക്കെ വലിയൊരു സംഖ്യ നമുക്ക് കിട്ടേണ്ടത് വലിയൊരു സംഖ്യയാണ് കിട്ടുന്നത് ദാറ്റ് ഈസ് LCM ആയിരിക്കും. വലിയ സംഖ്യ കിട്ടണമെങ്കിൽ LCM എടുത്താലാണ് ഇതിലും വലിയൊരു സംഖ്യ കിട്ടുന്നത് LCM എടുത്താലും കിട്ടുന്നത്. പിന്നെ പറഞ്ഞാൽ മിനിമം ഡിസ്റ്റൻസ് പറഞ്ഞാൽ അത് അന്നേരം ഊഹിക്കാം അല്ലെ. മിനിമം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് നമുക്ക് LCM കണ്ടുപിടിക്കാം. അതായത് 80 85 90 ഇതിന്റെ LCM ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം 80 അല്ലെ ഫസ്റ്റിൽ 80 നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 80 ഫാക്ടറൈസ് കഴിഞ്ഞാൽ
2 കൊണ്ട് ചെയ്യാം. 40 വന്നു, 2 കൊണ്ട് ചെയ്തു. 20 വന്നു, 2 കൊണ്ട് ചെയ്തു. 10 വന്നു, 2 കൊണ്ട് ചെയ്തു. 5 വന്നു അല്ലെ. 85നെ നമുക്ക് 85ന് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? നമുക്ക് 85നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? 3 കൊണ്ട് ചെയ്യണമെങ്കിൽ അത് 3 മൾട്ടിപ്ലൈ ആക്കണം. നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കിയാൽ 8+5 എന്തുമായിട്ട് ഇവിടെ 13 കിട്ടുന്നത്. 13 നമുക്ക് 3 മൾട്ടിപ്ലൈ അല്ല, 3 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യുമ്പോൾ 5 കൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. 5 കൊണ്ട് ചെയ്യുമ്പോൾ 85നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഇവിടെ? 17 അല്ലെ. 17 കിട്ടുന്ന 17 × 5 85. അടുത്ത 90യുടെ കേസ് നോക്കാം. 90യുടെ മന്ത്രം 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 കൊണ്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 45 കിട്ടും അല്ലെ. 45 വീണ്ടും 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 45 അല്ലെ, 4 + 5 9 വരും. 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ചെയ്യുമ്പോൾ 15 വരും അല്ലെ. 15 വരും. 3 കൊണ്ട് ചെയ്യാൻ 15 വരും. വീണ്ടും ഇത് 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ചെയ്യുമ്പോൾ 5 വരും. അതായത് നമുക്ക് ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 80യുടെ ഫാക്ടേഴ്സ് നമുക്ക് എഴുതാം. 80യുടെ ഫാക്ടേഴ്സ് വെച്ച് കഴിഞ്ഞാൽ എന്തെഴുതാം? 2 1 2 3 4 2 × 5 എന്ന് എഴുതാം. അതുപോലെ 85ന്റെ ഫാക്ടേഴ്സ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാം 17 × 5 എന്ന് എഴുതാം. ഓക്കെ. 90യുടെ ഫാക്ടേഴ്സ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാം 2 × 3² × 5 എന്ന് എഴുതാം. ഇനി നമുക്ക് വേണ്ട എന്താണ് ഇവിടെ? എന്താണ് വേണ്ടത്? LCM ആണ് കണ്ടുപിടിക്കുന്നത്. LCM കണ്ടുപിടിക്കുമ്പോൾ 2 നോക്കണം. കോമൺ വരുന്ന ആദ്യം നോക്കാം. കോമൺ വരുന്ന 2 കോമൺ, രണ്ടെണ്ണത്തിൽ കോമൺ ഉണ്ട്. 2ന്റെ കേസ് തന്നെ എടുക്കാം ആദ്യം. അല്ലെങ്കിൽ 3ന് കോമൺ ഉള്ള 5 ഉള്ളത്, 3ന് കോമൺ ഉള്ള 5 ഉള്ളത്. ഓക്കെ. 5⁻1 എല്ലാത്തിലുള്ളത് നമുക്ക് 5 അങ്ങ് എഴുതി. ഇനി കോമൺ അല്ലാത്ത രണ്ടെണ്ണത്തിൽ കോമൺ ആയിട്ട് വരുന്ന എന്തൊക്കെയുണ്ട്? 2 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്. ഇവിടെ ഹൈയസ്റ്റ് പവർ അല്ലെ. 2ന്റെ കേസ് എടുക്കുമ്പോൾ 2ന്റെ കേസ് എടുത്തിട്ട് നമുക്ക് 2ന്റെ ഹൈയസ്റ്റ് പവർ വരുന്നത് 2⁴ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 2⁴ ഇൻറ്റു അടുത്ത ബാക്കി എന്താ? 3² ഉണ്ട്, ഒറ്റ കിടപ്പുണ്ട്, 3² കിടപ്പുണ്ട് ഇൻറ്റു 17. ഇതാണ് വന്നിരിക്കുന്നത്. LCM നോക്കാം. 5 × 2² എത്ര? 2⁴ എത്ര? 16 അല്ലെ. 16 × 9 × 17 ഇതാണ് വരുന്നത് അല്ലെ. 3⁵5 × 16 വരുമ്പം 80 വരും. അവിടെ 80 വന്നു. 80 × 9 12240 കൊടുക്കാണ്ട് ഇവിടെ അല്ലെ. 70 ഉണ്ട്, 0 ഉണ്ട്, അതുകൊണ്ട് 0. 12240 എന്ന് കിട്ടും സെന്റിമീറ്റർ അല്ലെ. നമുക്കൊന്നുകൂടെ മാറ്റി എഴുതാം. 122 മീറ്റർ 40 സെന്റിമീറ്റർ എഴുതാൻ വേണമെങ്കിൽ. ഓക്കെ. 122 മീറ്റർ 40 സെന്റിമീറ്റർ. 122 മീറ്റർ 40 സെന്റിമീറ്റർ. ഓക്കെ. ഓക്കെ. നമ്മൾ അന്നേരം ഇന്നത്തെ ക്ലാസ് വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി.